ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SNplus. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ് കാണിച്ചിരുന്നത് കേട്ടോ. മോനെ സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഷാണ് കാണിക്കുന്നത്. തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചു. അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. സ്കൂളിൽ പോകാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. മോനാണെങ്കിൽ നന്നായിട്ട് തിരക്കാക്കുന്നുണ്ട്. നമുക്ക് തിരക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, സംഭവം ഒന്ന് വെന്ത് വരണ്ടേ. അങ്ങനെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി വല്ലാതെ കൂടി പോവരുത് കേട്ടോ. ഈ സമയത്ത് കരിവേപ്പില ഇട്ടുകൊടുത്തു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കരിവേപ്പില വേണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഈ സമയത്ത് വെളുത്തില സവോള അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സമയമില്ലാത്തതുകൊണ്ട് മൂടി വെച്ചിട്ടാണ് വാട്ടിയെടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. 2 തക്കാളിയാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വാടാൻ വേണ്ടി മൂടി വെച്ചു. മൂടി തുറന്ന് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു. ഇതൊന്ന് മൂടി വെച്ചു. മൂടി തുറന്ന് ഒന്ന് തക്കാളി ഉടച്ചെടുക്കണം. അടിപൊളി. ഒന്നുകൂടെ മൂടി വെക്കാം, ഒന്നുകൂടെ വേവാനുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് കൊണ്ടു തന്നിരുന്നു. അത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ഞാൻ അടിപൊളി എന്ന് പറഞ്ഞത് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് വെന്ത് വരാത്ത പോലെ തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു സമയമുണ്ടല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാക്കണം. ഈ സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് ചിരട്ടക്കയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ എണ്ണ തെളിയണം കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പാകമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടി വെച്ചിട്ടൊന്ന് എണ്ണ തെളിയട്ടെ. ഇതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോന് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ, തിരക്കുണ്ട്. അപ്പോൾ ഇതാ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ചിന് സൈഡായിട്ടും കൊടുത്തേക്കാം. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും കേട്ടോ, ചെറിയ കുട്ടികൾക്കും ഇഷ്ടമാവും. പിന്നെ കുഞ്ഞു മക്കൾക്ക് പിന്നെ മുളക് പൊടി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് വീഡിയോ. താങ്ക് യു.